Hi friends, Afra ഇതുവരെയും റിന്യൂ ചെയ്തില്ലേ? Don't wait for 31st. Renew your Afra in 2 minutes. Before that, please subscribe my channel. എല്ലാവർക്കും അറിയാവുന്നതുപോലെ അഫ്ര റിന്യൂ ചെയ്തതിന് മുമ്പ് CPD hours മാൻഡേറ്ററി ആണ്. രജിസ്റ്റേർഡ് നേഴ്സിന് 0 to 3 months എക്സ്പീരിയൻസ് ഉള്ളവർക്കാണെങ്കിൽ മിനിമം 5 hours CPD ഹവേഴ്സും 3 to 6 months എക്സ്പീരിയൻസ് ഉള്ളവർക്ക് 10 hours, 6 to 9 months എക്സ്പീരിയൻസ് ഉള്ളവർക്ക് 15 hours and 9 to 12 months or 12 months above എക്സ്പീരിയൻസ് ഉള്ളവർക്ക് 20 hours CPD ഹവേഴ്സ് മാൻഡേറ്ററി ആണ്. ഓക്കെ, അപ്പോൾ അഫ്ര റിന്യൂ ചെയ്താലോ നമുക്ക്. സോ ബിഫോർ ദാറ്റ് ഓതൻറ്റിക്കേറ്റർ ആപ്പ് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. സോ ഫോണിൽ ഓൾറെഡി ഓതൻറ്റിക്കേറ്റർ ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കണം. പിന്നെ നമ്മൾ ചെയ്യുന്നത് ലാപ്ടോപ്പിലായിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ അഫ്രയുടെ പോർട്ടലിൽ കയറി ലോഗിൻ ചെയ്യുക, യൂസർ നെയിം അടിക്കുക. പാസ്വേഡ് നിങ്ങൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ പാസ്വേഡ് റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ പാസ്വേഡ് റീസെറ്റ് ചെയ്യുക. യൂസർ നെയിമും പാസ്വേഡും മാച്ച് ആണെങ്കിൽ നമുക്ക് നമ്മുടെ മെയിലിലേക്ക് ഒരു ലിങ്ക് വരുന്നതായിരിക്കും. ആ ലിങ്ക് ത്രൂ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഓതൻറ്റിക്കേറ്റർ ആപ്പിലുള്ള ആ കോഡ് അവർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ കോഡ് അടിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് അഫ്രയുടെ പേജ് ഓപ്പൺ ആയി വരും. അതിൽ ഡാഷ്ബോർഡിൽ പോയിട്ട് മാനേജ് മൈ റിന്യൂവൽ കൊടുക്കുക. ദെൻ റിന്യൂ ഓപ്ഷൻ ഉണ്ട്. റിന്യൂ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് അടിക്കുക. പിന്നെ വരുന്ന പ്രൈവസിയാണ്. അത് വായിച്ച് നോക്കിയിട്ട് നെക്സ്റ്റ് അടിക്കുക. ദെൻ പേഴ്സണൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിലോ മെയിൽ ID എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിലോ നിങ്ങൾക്ക് അവിടെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാനൊന്നും ഇല്ലെങ്കിൽ നോ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ലാംഗ്വേജസ് എന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ യെസ് ക്ലിക്ക് ചെയ്യുക. ദെൻ ഒരു 6 months ലീവോ എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ നോ കൊടുക്കുക. അബോറിജിനൽ ടോറസ് ഐലൻഡ്സ് ഓഫ് കോഴ്സ് ഇറ്റ്സ് നോ. റെസിഡൻഷ്യൽ അഡ്രസ്സാണ് അടുത്തത് വരുന്നത്. റെസിഡൻഷ്യൽ അഡ്രസ്സ് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ ചേഞ്ചസ് അപ്ഡേറ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ നെക്സ്റ്റ് അടിക്കുക. ദെൻ പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് പ്രാക്ടീസ് എന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ നോ ചെയ്യുക. ദെൻ മെയിലിംഗ് അഡ്രസ്സാണ്. മെയിലിംഗ് അഡ്രസ്സ് സെയിം ആസ് റെസിഡൻഷ്യൽ അഡ്രസ്സ് ആണെങ്കിൽ യെസ് ചെയ്യുക. നെക്സ്റ്റ് വരുന്നത് ക്രിമിനൽ ഹിസ്റ്ററി ചെക്കാണ്. അതിൽ ഡൊമസ്റ്റിക്കും ചോദിക്കുന്നുണ്ട്, ഇൻ്റർനാഷണലും ചോദിക്കുന്നുണ്ട്. അത് രണ്ടും നോ ചെയ്യുക. പിന്നെ വരുന്നത് CPD ഹവേഴ്സാണ്. അപ്പോൾ നമ്മുടെ CPD ഹവേഴ്സ് മീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ യെസ് ചെയ്യുക. ദെൻ റീസൻസി ഓഫ് പ്രാക്ടീസ് യെസ് അടിക്കുക. പിന്നെ വരുന്നത് ഇമ്പയർമെൻറ്റ് ഡീറ്റെയിൽസാണ്. നോ ചെയ്യുക. ദെൻ കംപ്ലയിൻറ്റ്സ് ആണ്. നോ അടിക്കുക. നെക്സ്റ്റ് പ്രൊഫഷണൽ ഇൻഡെംനിറ്റി ഇൻഷുറൻസിൻ്റെ കാര്യമാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മുടെ രജിസ്ട്രേഷൻ പീരീഡിൻ്റെ സമയത്ത് നമ്മൾ ഇൻഷുറൻസ് ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്നത്. നോ ചെയ്യുക. നെക്സ്റ്റ് നോ തന്നെയാണ്. അടുത്തത് ഇഫ് യു രജിസ്ട്രേഷൻ ഈസ് റിന്യൂഡ് ഡു യു കമ്മിറ്റ് ടു പ്രാക്ടീസ് വിത്ത് ദ റിക്വയർഡ് പ്രൊഫഷണൽ ഇൻഡെംനിറ്റി ഇൻഷുറൻസ് അറേഞ്ച്മെൻറ്റ്സ് ഇൻ പ്ലേസ് ഫോർ ദി അപ്കമിംഗ് രജിസ്ട്രേഷൻ പീരീഡ് യെസ് അടിക്കുക. നെക്സ്റ്റ് വരുന്നത് എക്സ്പോഷർ പ്രോൺ പ്രൊസീജിയേഴ്സാണ്. അത് എല്ലാം യെസ് ചെയ്യുക. നമ്മളെന്തായാലും ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സുമായിട്ട് കോൺടാക്റ്റ് വരുന്നതാണ്. അപ്പം നെക്സ്റ്റ് ചോദിക്കുന്നത് പ്രാക്ടീസിൽ എന്തെങ്കിലും റെസ്ട്രിക്ഷനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നോ ചെയ്യുക. പിന്നെ വരുന്നത് ബില്ലിംഗ് പ്രിവിലേജസ് ആണ്. അത് നോ ചെയ്യുക. ദെൻ ഡിക്ലറേഷനാണ്. അത് കൺഫേം ചെയ്യുക. പിന്നെ വരുന്നത് വർക്ക് ഫോഴ്സ് സർവേ ആണ്. അതിൽ ഇനീഷ്യൽ ക്വാളിഫിക്കേഷൻ എവിടെയാണെന്ന് ചോദിക്കുന്നത്. അപ്പം അതർ ഓവർസിയേഴ്സ് ഇടുക. കൺട്രി ഏതാണെന്ന് അടിച്ചു കൊടുക്കുക. പിന്നെ എന്തെങ്കിലും ഫർദർ ക്വാളിഫിക്കേഷൻ ഓസ്ട്രേലിയ രജിസ്ട്രേഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത്. നോ ക്ലിക്ക് ചെയ്യുക. ദെൻ ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ നിങ്ങളുടെ എന്താണ്, ബാച്ചിലേഴ്സ് ഡിഗ്രി ആണോ, ഡിപ്ലോമയാണോ, മാസ്റ്റേഴ്സ് ആണോ, അത് ക്ലിക്ക് ചെയ്യുക. പിന്നെ ചോദിക്കുന്നത് ലാസ്റ്റ് വീക്കിൽ വേർ യു വർക്കിംഗ് ഇൻ നഴ്സിംഗ് ഇൻ ഓസ്ട്രേലിയ. നോ ക്ലിക്ക് ചെയ്യുക. ദെൻ ലാസ്റ്റ് വീക്ക് വൈ വേർ യു നോട്ട് വർക്കിംഗ് ഇൻ നഴ്സിംഗ് ഇൻ ഓസ്ട്രേലിയ, വർക്കിംഗ് ഇൻ നഴ്സിംഗ് ഓവർസിയേഴ്സ് ആണെന്ന് ക്ലിക്ക് ചെയ്യുക. ദെൻ ലാസ്റ്റ് വീക്കിൽ ഡിഡ് യു ടേക്ക് ആക്റ്റീവ് സ്റ്റെപ്സ് ടു ലുക്ക് ഫോർ വർക്ക് ഇൻ നഴ്സിംഗ് ഇൻ ഓസ്ട്രേലിയ. ഓഫ് കോഴ്സ് യെസ് അടിക്കുക. നെക്സ്റ്റ് വരുന്നത് ഡു യു ഐഡൻറ്റിഫൈ ആസ് എൻ ഓസ്ട്രേലിയൻ അബോറിജിനൽ ആൻഡ് ടോറസ് സ്ട്രൈറ്റ് ഐലാൻഡ് പേഴ്സൺ ആണ് ചോദിക്കുന്നത്. നോ ചെയ്യുക. ആർ യു എ ടെമ്പററി റെസിഡൻറ്റ്. നോ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ റിന്യൂവൽ ഏകദേശം കഴിഞ്ഞു.
ഇനി സമ്മറി പാർട്ട് നമുക്കൊന്ന് വെരിഫൈ ചെയ്യാൻ കൊടുത്ത ഡീറ്റെയിൽസൊക്കെ കറക്റ്റ് ആണോ എന്ന്. അത് കഴിഞ്ഞ് വരുന്നത് പേയ്മെൻറ്റ് ഓപ്ഷനാണ്. പേയ്മെൻറ്റ് ഒരു 193 AUD ആയിരിക്കും വരുന്നത്. അത് പേയ്മെൻറ്റ് ചെയ്യുക. ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ രജിസ്റ്റേർഡ് മെയിലിലേക്ക് റിന്യൂഡ് ഒരു മെയിൽ വരും. കൂടെ റെസിപ്റ്റ് നമുക്ക് മെയിൽ ചെയ്യുന്നതായിരിക്കും അവർ. ഇത്രയേ ഉള്ളൂ. നമുക്ക് നെക്സ്റ്റ് അഫ്ര പോർട്ടലിൽ നിന്ന് തന്നെ ഡോക്യുമെൻറ്റ്സിൽ പോയിട്ട് നമ്മുടെ അഫ്ര സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാം.